നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിനെ കുറിച്ചിട്ടാണ്. 2-0 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡ് എടുത്തിട്ടുണ്ട് അത്ലറ്റിക്കോ. ക്യാമ്പ് നൗവിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരമായിരുന്നു. 10 പേരായിട്ട് ചുരുങ്ങിയ ബാർസലോണയാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാച്ചിന്റെ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. മത്സരം തുടങ്ങുന്ന തന്നെ ഹൈ ആയിട്ടുള്ളൊരു ടെമ്പോയിലായിരുന്നു. ബാർസലോണയ്ക്കായാലും അത്ലറ്റിക്കോയ്ക്കായാലും ചാൻസസ് ഒരുപാടുണ്ടായിരുന്നു. ഒരു ബാസ്കറ്റ് ബോൾ ഗെയിം കാണുന്ന പോലെയായിരുന്നു എനിക്ക് ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ഗെയിമിൻ്റെ തോന്നിയത്. ഇതിലെടുത്ത് പറയേണ്ടത് ബാഴ്സലോണ നല്ല നല്ല പാറ്റേൺസ് ഒപ്പിൽ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഈസി ടു പ്ലേ ത്രൂ ദം എന്നുള്ള രീതിക്ക് നമുക്കതിനെ പറയാം. തുടക്കത്തിൽ ഡാനി ഓൾമോ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ബിൽഡപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അവിടെ നിന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് ആ പ്ലേ സ്വിച്ച് ചെയ്തിട്ട് റാഷ്ഫോർഡിനെ കണ്ടെത്താനായിട്ടും അല്ലെങ്കിൽ യമാലിനെ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഓൾമോ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ അത്ലറ്റിക്കോക്ക് ഒരു +1 ബാക്കിൽ ആവശ്യമുള്ളത് കാരണം ഓൾമോനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ യൂഷ്വലി ഓപ്പോസിറ്റ് സൈഡിലുള്ള വിങ്ങർ ആയിരുന്നു ടക്ക് ഇൻ ചെയ്തിട്ട് ആ ഒരു മിഡ്ഫീൽഡറിനെ കവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് മാൻ പാസിലൂടെ സെൻറ്റർ ബാക്കിനെ കണ്ടെത്താനും പിന്നീട് ഫുൾ ബാക്കിനെ കണ്ടെത്താനും ബാസിക്ക് സാധിച്ചു. ഫുൾ ബാക്കിനെ മാർക്ക് ചെയ്യേണ്ട പ്ലെയർ ആയിരിക്കും ഈ പറയുന്ന വിങ്ങർ എന്നുള്ളത്. ആ വിങ്ങർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫുൾ ബാക്കായി കൊണ്ടുതന്നെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് ബോൾ പ്രോഗ്രഷൻ എളുപ്പമാണ്. അപ്പുറത്താകട്ടെ ക്യാൻസലോ അധികം പുഷ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹൈ ആയിട്ട്. കാരണം സിമിയോണിനെ ഏറ്റവും താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ പ്രസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബാഴ്സയുടെ ആവശ്യം. ഇത് ചെയ്യുന്നതിലൂടെ മൊലീനയ്ക്കും റാഷ്ഫോർഡിനും അവിടെ ഒരു 1v1 സിറ്റുവേഷൻ ബാഴ്സയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് റൺസ് ഇൻ ബിഹൈൻഡ് കൊടുക്കാം അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ലിങ്ക് അപ്പും ചെയ്യാം. ഇങ്ങനെ ഓൾമോനെ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന് ഫോളോ ചെയ്യാതിരിക്കുന്നതിലൂടെ അത്ലറ്റിക്കോക്ക് ഒരു ഗുണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. മൊലീന ബീറ്റൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വൈറ്റ് സോണിൽ 1v1 ബീറ്റൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കവർ കൊടുക്കാനായിട്ട് ഒരു ഡിഫൻഡർ ഉണ്ടായിരുന്നു അത്ലറ്റിക്കോക്ക്. അത് നമുക്ക് ഇൻ ബിഹൈൻഡ് റണ്ണുകളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ കാണാൻ കഴിഞ്ഞു. ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി അത്ലറ്റിക്കോക്ക് കൊടുക്കാൻ കഴിയുന്നത്. റാഷ്ഫോർഡ് ഇന്നലെ ലൈറ്റ്നിങ് ആയിരുന്നു. പ്രോഗ്രസീവ് സ്റ്റേജിലായാലും ഫൈനൽ തേർഡിലായാലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സും നല്ല നല്ല പൊസിഷൻസിലേക്കും റാഷ്ഫോർഡ് എത്തുന്നുണ്ടായിരുന്നു. ബാക്കിലൂടെ ബിൽഡ് ചെയ്യുമ്പോൾ മാത്രമല്ല സ്പേസസ് ബാഴ്സലോണ കണ്ടെത്തിയിരുന്നത്. ഇനി ഒരു ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോഴും ബാഴ്സയ്ക്ക് ഇത് എഫക്റ്റീവ് ആക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഒരു 2-3-5 എന്നുള്ള ഷേപ്പിലേക്കായിരുന്നു ബാഴ്സ അത്ലറ്റിക്കോക്കെതിരെ പോയിരുന്നത്. അവരൊരു ലോ ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോൾ അത്ലറ്റിക്കോ ആവട്ടെ ഒരു 5-4-1 അല്ലെങ്കിൽ 5-3-2 എന്നുള്ള ഷേപ്പിലേക്ക് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം ലമീൻ യമാലിനെ ഓവർലോഡ് ചെയ്യാനായിട്ട് ഡിഫെൻസീവ്ലി അത്ലറ്റിക്കോ ശ്രമിക്കുന്നുള്ളത് ഒരു ഒബ്വിയസ് കാര്യമാണെന്നുള്ളത്. ഇത് പക്ഷേ ഓപ്പോസിറ്റ് ഫ്ലാങ്കുകളിൽ സ്പേസ് ഉണ്ടാക്കാനായിട്ട് ബാഴ്സയ്ക്ക് അനുവദിച്ചിരുന്നു. എങ്ങനെ റൈറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾമോനെ മാർക്ക് ചെയ്തിരുന്നത് പലപ്പോഴും ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു. ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ നിന്നിട്ട് ഒരു പ്ലെയർ ജമ്പ് ചെയ്യുന്ന കാഴ്ച വളരെ കുറവായിരുന്നു. പ്ലസ് അതോടൊപ്പം തന്നെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ യമാലിനെ കവർ ചെയ്യാനായിട്ട് എപ്പോഴും പോകുന്നുണ്ടായിരുന്നു. സോ ഒരു വിങ്ങർ പോവും, അതായത് ലുക്മാൻ പോവുമായിരുന്നു, ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ പോവും, പിന്നെ ഫുൾ ബാക്ക് പോവും. അങ്ങനെ 3 പ്ലെയേഴ്സ് പലപ്പോഴും യമാലിനെ ആ ഒരു സോണിൽ മാർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ ഒരു മിഡ്ഫീൽഡറിനെ യമാൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ബാക്കി 2 മിഡ്ഫീൽഡേഴ്സിനെ ബാഴ്സയുടെ ബാക്കിയുള്ള 2 മിഡ്ഫീൽഡേഴ്സ് ഡ്രോയിങ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടി ആയിരുന്നു. ഇതേ കാര്യം ചെയ്യുമ്പോൾ പെഡ്രി തൻ്റെ സ്പേസ് ലീവ് ചെയ്തിട്ട്, അതായത് ലെഫ്റ്റ് ഹാഫ് സ്പേസ് ചാനൽ ലീവ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് യമാലിൻ്റെ സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലെവൻഡോസ്കി എടുത്തിരുന്ന പൊസിഷൻസ് നോക്കിയാൽ കാണാം ഫർദർ ഔട്ട് വൈഡ് ആയിരുന്നു. സിമിയോണിനെയും ആ ഒരു ഫുൾ ബാക്കിനെയും ഒക്യുപ്പൈ ചെയ്യുക എന്നുള്ളത് ലെവൻഡോസ്കി ചെയ്തിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റാഷ്ഫോർഡിന് തൻ്റെ പിന്നിൽ സ്പേസ് കിട്ടും. അവിടെ ക്യാൻസലും റാഷ്ഫോർഡും റിസീവ് ചെയ്യുമ്പോൾ ഒരു 2v2 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് ആ ഒരു ചാനലിൽ നിന്നിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു. ബാഴ്സയ്ക്ക് ക്ലിനിക്കലാവാൻ പറ്റിയില്ല. ബാഴ്സയുടെ XG ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1.3ക്ക് മുകളിലാണ് ബാഴ്സയുടെ XG ഇന്നലെ ഉണ്ടായിരുന്നത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ബാഴ്സ അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ബാഴ്സയുടെ നല്ലൊരു ഡൗൺ സൈഡ് എനിക്ക് ഫീൽ ചെയ്തത് ക്രോസസ് വളരെ കുറവായിട്ട് തോന്നി. ലെവൻഡോസ്കിയെ പോലുള്ള ഒരു പ്രൊഫൈൽ ടീമിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ക്രോസസ് ട്രൈ ചെയ്തില്ല, അല്ലെങ്കിൽ ഇനഫ് ആയിട്ടുള്ള ക്രോസസ് ലെവൻഡോസ്കിക്ക് ഫീഡ് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം ലോ ആയിട്ടുള്ള ബ്ലോക്കിലിരിക്കുന്ന ടീമാണ്. പല രീതിക്ക് നമ്മൾ ആ ബ്ലോക്കിനെ തകർക്കാനായിട്ട് ശ്രമിക്കണം. ത്രൂ ദ ബ്ലോക്ക് പോകാൻ നോക്കാം, അറൗണ്ട് ദ ബ്ലോക്ക് പോകാൻ നോക്കാം. ആ ഒരു അറൗണ്ട് ദ ബ്ലോക്കൊക്കെ പോകുമ്പോൾ ക്രോസസ് എന്നുള്ളത് ഒരു എഫക്റ്റീവ് ഓപ്ഷനാണ്. പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രൈക്കർ നമ്മളുടെ ടീമിലുണ്ടപ്പോൾ. അതേപോലെ തന്നെ ലമീൻ യമാലിന് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഗെയിം ആയിരുന്നു അല്ലേ. ഇതേപോലത്തെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഒക്കെ ഈ അടുത്ത് വളരെ കുറവേ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ക്രോസസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു റെഗുലറായിട്ട് കൊടുക്കുന്ന ആ ഒരു ഡിങ് ക്രോസസ് ഒന്നും നില കാണാൻ കഴിഞ്ഞില്ല. റഫീൻ ഇല്ലാത്തത് കൊണ്ടാണോ, ആ ഒരു ഫാർ പോസ്റ്റിൽ റണ്ണ് നടത്താനായിട്ട് റാഷ്ഫോർഡ് തയ്യാറാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അത് കുറവായിരുന്നു. ഇനി അത്ലറ്റിക്കോയുടെ ബിൽഡപ്പ് ഫേസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടാണ് അത്ലറ്റിക്കോ കൂടുതലും ട്രൈ ചെയ്തിരുന്നത്. ഇതിന് കാരണം ഉണ്ടായിരുന്നു. ലൈനപ്പ് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയ തോട്ട് ലെവൻഡോസ്കി, കാൻസലോ, റാഷ്ഫോർഡ്, ഓൾമോ, ഈ 4 പ്ലെയേഴ്സും ലോങ് ഡിസ്റ്റൻസസ് ക്വിക്കായിട്ട് കവർ ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് അല്ല. സോ ഇങ്ങനെ ഒരു പ്ലെയർ പ്രൊഫൈൽസ് പ്രത്യേകിച്ച് ഒരു സൈഡ് ഓഫ് ദ പിച്ചിൻ്റെ വരുമ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഒപ്പോസിഷൻ
നോക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അത് തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നു. കാരണം ലെവൻഡോസ്കി ആ ഒരു മിഡ്ഫീൽഡറിനെ മാർക്ക് ചെയ്യുന്ന സാഹചര്യമായിരുന്നു പലപ്പോഴും കണ്ടിരുന്നത്. ഇത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ബാക്കി പ്ലെയേഴ്സും ഈ ഡിസ്റ്റൻസ് മാനേജ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ആൽവരസ് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ആ ഒരു ഓവർലോഡ് മിഡ്ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എപ്പോഴും ആ ഒരു സ്വിച്ച് ഓഫ് പ്ലേസ് ലിങ്ക് ചെയ്തിട്ട് അത്ലറ്റിക്കോക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ ഓപ്പൺ ആയിരുന്നു. അതുമാത്രമല്ല ബാഴ്സയുടെ പ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിനുപരി ഡിസ്റ്റൻസസ് ആണ് ഫോക്കസ് ചെയ്യുക. ആ ഒരു ക്ലസ്റ്റർ ഓഫ് പ്ലേയേഴ്സ് വന്ന് കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ബോൾ പിൻ ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് ബാഴ്സയുടെ ആദ്യത്തെ നീക്കം. അത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വിച്ചസ് നടത്താനും ഹാഫ് സ്പേസസിൽ പ്ലേയേഴ്സിനെ കണ്ടെത്താനായിട്ട് ഓപ്പോസിഷൻ സാധിക്കും. അതേ പാറ്റേൺ ഓഫ് പ്ലേസ് തന്നെ നമ്മൾ ഇന്നലെ ഒരുപാട് അത്ലറ്റിക്കോയുടെ കാര്യത്തിൽ കണ്ടിരുന്നു. നമ്മളെല്ലാം ഇപ്പോഴും പറയുന്ന പോലെ അത്ലറ്റിക്കോ കൗണ്ടർ അറ്റാക്കിംഗ് ടീമാണെന്ന് പറയും. യെസ്, കൗണ്ടർ അറ്റാക്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ അത് മാത്രമായിരുന്നില്ല അത്ലറ്റിക്കോ ഫോക്കസ് ചെയ്തിരുന്നത്. ബാഴ്സനെ ബിൽഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാനും ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ അവർക്ക് സാധിച്ചിരുന്നു. പിന്നെ കൗണ്ടർ അറ്റാക്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേഷ്യൻ്റ് ആയിരുന്നുള്ളതാണ്. റഷ് ചെയ്തിരുന്നില്ല കൗണ്ടർ അറ്റാക്സ്. പലതവണയും അവർ ബോൾ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മറ്റ് പ്ലെയേഴ്സ് ലിങ്കപ്പ് ചെയ്യാൻ വരാനോ അല്ലെങ്കിൽ ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്താനുള്ള സ്റ്റേറ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് അത്ലറ്റിക്കോക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. ഇത് അത്ലറ്റിക്കോയുടെ പ്ലേയേഴ്സിന് വരാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ബാഴ്സയുടെ പ്ലേയേഴ്സിനെയും ആ ഒരു ബ്ലോക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലൂടെയായിരുന്നു ആ ഒരു പേഷ്യൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് കൊടുത്തിരുന്നത്. കാരണം തിരിച്ചൊരു കൗണ്ടർ അറ്റാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാഴ്സയുടെ പ്ലേയേഴ്സ് ഹൈ ആയിട്ടുണ്ടാവും. സോ അത് ഇല്ലാതാക്കാനായിട്ട് ബാഴ്സയുടെ പ്ലേയേഴ്സിനെ ഇറങ്ങി വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് അവരുടെ, അതായത് ബാഴ്സയുടെ ഫൈനൽ തേർഡിൽ ബോൾ പ്രോഗ്രസ് ചെയ്തിട്ട് അവിടെ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ഫോഴ്സ് ഡൗൺ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ആ ഒരു പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യാനായിട്ട്. ഇതിലെ പല കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ഗോൾ അത്ലറ്റിക്കോക്ക് വരാൻ കാരണം. ആ റെഡ് കാർഡിൻ്റെ ഇൻസിഡൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഗോള് പ്യുവർ ബ്രില്യൻസ് ആയിരുന്നു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അൽവാരസിൻ്റെ. പക്ഷേ ആ ഒരു റെഡ് കാർഡിലേക്ക് വരുമ്പോൾ ഫിസിക്കലി ഒരു മിസ് മാച്ചിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ലുക്മാനും പെട്രിയും തമ്മിൽ ഒരു ഫിസിക്കലി മിസ് മാച്ച് വരുന്നു. അവിടെ നിന്ന് ബാഴ്സയ്ക്ക് ആ ബോൾ ലൂസായിട്ട് അത്ലറ്റിക്കോ ഇൻ പൊസിഷൻ വരികയാണ്. എറിക് ഗാർസിയ ആവട്ടെ നേരത്തെ നടന്ന കൗണ്ടർ പ്രസിന്റെ ഭാഗമായിട്ട് തൻ്റെ സെൻട്രൽ സോൺ ചാനൽ വിട്ടുപോയിട്ട് അപ്പ് ദ പിച്ച് ഒരു ടാക്കിൾ നടത്തുകയാണ്. സോ അതിൽ തന്നെ ബാഴ്സയ്ക്ക് തങ്ങളുടെ ഒരു ബോൾ വിന്നറെ അവരുടെ നാച്ചുറൽ സോണിൽ നിന്നിട്ട് സെൻട്രൽ സോണിൽ നിന്നിട്ട് നഷ്ടമാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് വലിയ രീതിക്ക് പ്രാപ്തനല്ലാത്ത ഡാനി ഓൾമോ സെൻട്രൽ സോൺ കവർ ചെയ്യേണ്ടി വരികയാണ്. ആൽവരസ് അവിടെ റിസീവ് ചെയ്തിട്ട് ഒരുപാട് പേഷ്യൻസ് അവിടെ കാണിക്കാൻ ആ ബോൾ ഇവിടെ റിസീവ് ചെയ്തിട്ട് അപ്പുറത്തെ സോണിലേക്ക് ഡ്രിബിൾ ചെയ്ത് പോവാണ്. എന്തിനാണ് ഡ്രിബിൾ ചെയ്യുന്നത്? ഇവിടെ സിമിയോണിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടെ നിന്നാണ് സിമിയോണി തൻ്റെ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ഒരു ബാക്ക് ഫൈലുള്ള സിമിയോണി അവിടെ നിന്ന് തൻ്റെ റണ്ണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻ ഡെപ്തിലുള്ള റണ്ണ് ഇൻ ബിഹൈൻഡ് കൊടുക്കുകയാണ്. എത്രത്തോളം ഹാർഡ് വർക്ക് സിമിയോണി അവിടെ ഇടുന്നുണ്ട് നോക്കിയേ. അങ്ങനെ ആ റണ്ണ് നടത്തി ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിന്റെ പാരലായിട്ട് സിമിയോണി എത്തുമ്പോൾ ആ ബോൾ ആൽവാരസ് പ്ലേ ചെയ്ത് കൊടുക്കുന്ന ഇൻ ബിഹൈൻഡ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ബോളായിരുന്നു. അത് ഒരു ഫൗൾ അവസാനിച്ചിട്ട് ബാസിക്ക് റെഡ് കാർഡ് കിട്ടാൻ. ആ ഒരു റെഡ് കാർഡിന്റെ തലവേദനയിൽ നിൽക്കുമ്പോഴാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫ്രീ കിക്കിലൂടെ അൽവാരസ് അത്ലറ്റിക്കോക്ക് ലീഡ് എടുത്ത് കൊടുക്കുന്നത്. 10 പേരെ അടിച്ചൊരുങ്ങുന്ന ബാഴ്സയാണ് നെക്സ്റ്റ് ഹാഫിലേക്ക് കണ്ടത്. ലെവൻഡോസ്കിയെ റീപ്ലേസ് ചെയ്യുന്നു, പെഡ്രിനെ റീപ്ലേസ് ചെയ്യുന്നു, റാഷ്ഫോർഡ് ഒരു നമ്പർ 9 എന്നുള്ള സ്റ്റേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ഫെർമിൻ ലോപ്പസ് ഫ്രം ദ ലെഫ്റ്റ് പോകുന്നു. സ്റ്റിൽ ബാഴ്സ സ്പേസസ് കണ്ടെത്തിയിരുന്നു. ഇത് എങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് ലീവ് ചെയ്തിട്ട് പ്ലേയേഴ്സ് ഔട്ടർ ചാനലിലേക്ക് വന്നു. കാരണം ബാഴ്സയ്ക്ക് അറിയാം മാൻ ടു മാൻ സിസ്റ്റത്തിലേക്കൊക്കെ അത്ലറ്റിക്കോ പോയി കഴിഞ്ഞാൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ പ്ലേയേഴ്സിനെ ഇൻ ടു ദ ഫീറ്റ് കണ്ടെത്തുന്നതിനേക്കാളും ബുദ്ധിയാണ് സ്പേസസിലേക്ക് പ്ലേ ചെയ്തിട്ട് അവിടെ നിന്ന് റിസീവ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ സ്പേസസ് കണ്ടെത്താനായിട്ട് ബാഴ്സയ്ക്ക് സാധിച്ചിരുന്നു. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ലമീൻ യമാലിൻ്റെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ക്വാളിറ്റി നമ്മൾ ഇന്നലെ കണ്ടു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ടീമിനെ ഒറ്റയ്ക്ക് നയിക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ചാൻസസ് ഒന്നും ബാഴ്സയ്ക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ 1-0 എന്നുള്ള ഗെയിം സ്റ്റേറ്റ് 70th മിനിറ്റ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഴ്സ ഹാപ്പി ആയനെ കേട്ടോ. 1-0 എന്നുള്ള സ്കോർ ലൈൻ എടുത്ത് നെക്സ്റ്റ് ലെഗിലേക്ക് പോവുകയാണെങ്കിൽ ബാഴ്സ ഹാപ്പി തന്നെ ആയനെ. പക്ഷേ 70th മിനിറ്റിൽ അത്ലറ്റിക്കോ ബാഴ്സയ്ക്ക് രണ്ടാമത്തെ പ്രഹരം കൊടുക്കുകയാണ്. 10 പേരെ അടിച്ചുരുങ്ങിയ ബാഴ്സയ്ക്കെതിരെ ഒരുപാട് സ്വിച്ച് ഓഫ് പ്ലേസ് അത്ലറ്റിക്കോ ട്രൈ ചെയ്തു. ഇത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ബാഴ്സ ഒരു 4-4-1 അല്ലെങ്കിൽ 5-3-1 എന്നുള്ള സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു ഡിഫെൻസീവ്ലി. ആ ഗോളിലേക്ക് വരുമ്പോൾ ബാക്ക് 5 എന്നുള്ള രീതിക്ക് ബാഴ്സ ഇരിക്കുകയാണ്. അവിടെ ലമീൻ യമാൽ ഗാംബിൾ ചെയ്യാണ്. ആ ഒരു പാസ് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് കോച്ചിങ് ടെക്സ്റ്റ് ബുക്സിൽ പറയും ഒരിക്കലും അങ്ങനെ ഗാംബിൾ ചെയ്യുന്നവരും. ഇങ്ങനെ ഗാംബിൾ ചെയ്തിട്ട് ലമീൻ ആ മൂവ്മെന്റ് നടത്തുമ്പോൾ ഒരു പാസിംഗ് ചാനൽ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ഡാനി ഓൾമോയ്ക്ക് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ നിന്ന് ജമ്പ് ചെയ്തിട്ട് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. ഇത് വൈഡർ ചാനലുള്ള പ്ലെയറിന് ഡെപ്തിൽ റണ്ണ് കൊടുക്കാനായിട്ട് അവസരം കൊടുക്കുന്നു. ആ ഒരു ബോൾ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യാണ്. സോ ഈ ഒരു ടൈമിൽ ബാഴ്സ പ്രിപ്പയർഡ് ആവേണ്ടതാണ്. കാരണം ഫസ്റ്റ് സെന്റർ ബാക്ക് എപ്പോഴും ഡ്രോപ്പ് ചെയ്തിട്ട് ആ പൊസിഷൻ എടുക്കണം ഫസ്റ്റ് പോസ്റ്റ് കവർ ചെയ്യുന്ന രീതിക്ക്. പക്ഷേ അതിൽ ലേറ്റ് ആവുന്നു. ബാഴ്സയുടെ ലൈൻ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വൈകുന്നു. പ്ലസ് സോലോത്ത് തന്നെ മാർക്ക് ചെയ്യുന്ന സെന്റർ ബാക്കിന്റെ ഫ്രണ്ടിൽ പൊസിഷൻ എടുക്കുന്നു. അത് എപ്പോഴും ഡേഞ്ചറസ് ആണ്. അങ്ങനെ ഒരു പൊസിഷൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സോലോത്തിനെ പോലെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ
വളരെ ഡേഞ്ചറസ് ആണ്. അത് തന്നെ സംഭവിച്ചു, അവിടെ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. സോ ഇങ്ങനെയായിരുന്നു മാച്ചിൻ്റെ വിശേഷങ്ങളും അനാലിസിസും. ഗെയിം ഒരിക്കലും ഡൺ അല്ല, ഇനിയൊരു ലെഗ് വരാനുണ്ട്. 2-0 എന്നുള്ള സ്കോർ ലൈനിൻ്റെ പിന്നിലാണെന്നറിയാം. പക്ഷേ ഫ്രാങ്കി ഡിയോങ് ബാഴ്സയുടെ മിഡ്ഫീൽഡിലേക്ക് വരികയാണ്. ഇങ്ങനത്തെ ലോ ബ്ലോക്കിനൊക്കെ എതിരെ റിസീവ് ചെയ്തിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫ്രാങ്കി ഡിയോങ് ആണ് നമുക്കറിയുന്നത്. സോ ആ ഒരു ഫ്രാങ്കി ഡിയോങ്, ഇൻഫോമിലുള്ള ഫ്രാങ്കി ഡിയോങ്ങിനെ കാണാൻ കഴിയുകയാണെങ്കിൽ നെക്സ്റ്റ് ലെഗിൽ നല്ലൊരു പോരാട്ടം രണ്ട് ടീമുകളും തമ്മിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നല്ല പ്രതീക്ഷയോടെ നമുക്ക് നെക്സ്റ്റ് ലെഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല പോരാട്ടങ്ങൾ ഉണ്ടാവട്ടെ, നല്ല മാച്ചസ് കാഴ്ചവരട്ടെ. ടാക്ടിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കോച്ചസാണ് രണ്ടുപേരും. സോ അവരുടെ ഏറ്റുമുട്ടൽ എപ്പോഴും രസകരമായിരിക്കും. അതിനുവേണ്ടി കാത്തിരുന്നുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലേക്ക് വീഡിയോ പറയുകയാണ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.